ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5/3/2024 ആഫ്റ്റർനൂൺ സെഷനിൽ നടന്നിട്ടുള്ള BA-BScയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BCom-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം എഴുതാനുള്ള പേപ്പറാണ് ഇതെന്ന് എനിക്ക് തോന്നി. കാരണം ഡയലോഗ് റൈറ്റിങ്ങും അതുപോലെ തന്നെ മിനിറ്റ്സ് അജണ്ട അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ വന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അനലൈസിസിലോട്ട് പോവാം. ഫസ്റ്റത്തെ സെഷൻ എന്ന് പറയുന്നത് 1 or 2 സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 12 എണ്ണം ഉണ്ട്, 20 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വി ഹാവ് ബിൽറ്റ് ദിസ് ഹൗസ് 20 years ago എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹാവിൻ്റെ ആവശ്യമില്ല. സോ ഹാവ് കട്ട് ചെയ്ത് അവിടുത്തെ എറർ റെഡിയാവും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മിസ്റ്റേക്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അപ്രോപ്രിയേറ്റ് പ്രോണൗൺ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് പോയിൻറ്റഡ് ഔട്ട് ആർ ജെനുവിൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യു മസ്റ്റ് എക്സസൈസ് എവറി ഡേ, അതാണ് ക്വസ്റ്റ്യൻ. ദേ മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു എക്സസൈസ് എവറി ഡേ. ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെൻറ്റൻസ് അറിയിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നാലാമത്തെ പറയുന്നത് സംബഡി ടുക്ക് മൈ പേഴ്സ് ഫ്രം മൈ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പാസീവ് വോയിസിലോട്ട് ആക്കണം. അപ്പോൾ പേഴ്സാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ പേഴ്സ് വാസ് ടേക്കൺ ഫ്രം മൈ ടേബിൾ ബൈ സംബഡി. ഇനി നെക്സ്റ്റ് വരുന്നത് ഐദർ ഷീ നോർ ഹെർ സ്റ്റുഡൻറ്റ്. അത് കഴിഞ്ഞിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മളോട് ആഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഐദർ നോർ വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ ഈസ് അറ്റൻഡിങ് ദ സെമിനാർ. ഇനി നെക്സ്റ്റ് ഹി യൂസ്ഡ് ടു സിങ് വെരി വെൽ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡിഡിൻറ്റ് ഹി. ഇനി അടുത്തത് ഏഴാമത്തെ ഓൾ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓൾ വിൽ ഗോ വെൽ ഇഫ് യു ആർ പ്രിപ്പയർഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഫ്രേസൽ വെർബ് ഇന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേ കഴിഞ്ഞിട്ട് ലുക്ക് ആഫ്റ്ററിൻ്റെ അർത്ഥം തന്നെ ടേക്ക് കെയർ ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ ദേ ലുക്ക് ആഫ്റ്റർ ഓഫ് ആൻഡ് പപ്പി വെൽ. ഇനി 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആഡ്വർബ് ആഡ് ചെയ്യാനാണ്. സോ ഹെർ ഹെയർ ഈസ് ലോങ്. അപ്പോൾ ഹെർ ഹെയർ ഈസ് ബ്യൂട്ടിഫുള്ളി ലോങ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഡ്വർബ് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അവിടെ ആഡ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം. ഇനി അടുത്തത് ഡാഷ് ഡിഡ് ഷീ നോ ദാറ്റ് ഹെർ ആപ്പിൾസ് വേർ സ്റ്റോളൻ. അപ്പോൾ ഇവിടെ എ ലിറ്റിൽ, കുറച്ച് എന്നുള്ളൊരർത്ഥത്തിലാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഡോഗ്സ്. അപ്പോൾ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർക്ക് അറ്റ് സ്ട്രേഞ്ചർ. ഇനി 12ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി വിസിറ്റ് കൊൽക്കത്ത ലാസ്റ്റ് വീക്ക്. അപ്പോൾ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. സോ വി വിസിറ്റഡ് കൊൽക്കത്ത ലാസ്റ്റ് വീക്ക്. ഇനി സെക്ഷൻ ബി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വെർബ് വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 4 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ ദ പെയർ ഓഫ് സിസേഴ്സ്. പെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കളക്റ്റീവായിട്ട് വരും. സോ ഈ സ്റ്റിൽ യൂസ്ഫുൾ. ഇനി ദർ, അത് കഴിഞ്ഞിട്ട് നോ ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ദർ വോസ്. നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെയാണിത്. ഇനി മച്ച് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഗ്യാതേർഡ് ഫ്രം ഹിസ് ബുക്ക്. ഇനി ഗളിവേഴ്സ് ട്രാവൽ ബുക്കിൻ്റെ പേരാണ്. സോ ഈസ് എ ഫൈൻ നോവൽ. ഇനി 14ാമത്തെ വന്നിട്ടുള്ളത് കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ബൈസിക്കിൾ ഡീലർ ആൻഡ് കസ്റ്റമർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺവെർസേഷൻ എഴുതാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറും ഡീലറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് പറയാണ് ഐ എം ലുക്കിംഗ് ടു ബൈ എ ന്യൂ ബൈസിക്കിൾ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുകയാണ്. സോ ഡീലർ പറയുന്നു ഷുവർ. Then what kind of bicycle are you interested in? Then customer പറയാണ് I need one for commuting to work and casual rides, something comfy and durable എന്ന് പറയുന്നു. So dealer പറയാണ് got it, we have range of options that should fit the bill. Any specific type you are looking for? Then customer പറയാണ് I think hybrid one is perfect, I want to handle well on roads and light rails എന്ന് പറയുന്നു. ദെൻ ഡീലർ പറയാണ് എക്സലൻറ്റ്. ഇനി കളർ പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ കസ്റ്റമർ പറയാണ് ബ്രാൻഡ് പ്രിഫറൻസ് ഇല്ല, ബട്ട് കളർ ഗ്രേ ഓർ ബ്ലാക്ക് മതി എന്ന് പറയാണ്. സോ ഡീലർ നോട്ടഡ്, ഐ വിൽ ഷോ സം ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന വരെ നമുക്ക് ആ കോൺവെർസേഷൻ നീട്ടി കൊണ്ടുപോകാവുന്നതാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെമ്മോ എഴുതാന്നുള്ളതാണ്. അപ്പം മെമ്മോയിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യാനുള്ളതാണ് മെമ്മോ.
മെമ്മോയുടെ ഫോർമാറ്റ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്റ്റ്, പിന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് സമ്മറൈസ് ദ കോണ്ടക്ച്വൽ ഇൻഫർമേഷൻ ദെൻ കൺക്ലൂഷൻ. വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മെമ്മോയാണ്, സമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, എന്നാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ് ആൻഡ് മീൻസ് ടു ഓവർകം ദം. അതാണ് നമ്മുടെ ചോദ്യം. അതായത് ബാരിയേഴ്സ് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എഴുതണം. അപ്പോൾ ഇത് ബികോമിന് ക്വസ്റ്റ്യന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. പക്ഷേ അതിൽ എന്ത് വന്നിട്ടില്ല, ഓവർകം ചെയ്യാനുള്ളത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിലെ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇൻ്റർപേഴ്സണൽ, അതുപോലെ ഇൻട്രാപേഴ്സണൽ, വെർബൽ, നോൺ വെർബൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളതിൽ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമെയിലാണ്. സോ നമ്മൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇമെയിലിൽ നമ്മൾ വാട്ടർ വരുന്നില്ല, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രശ്നമാണ്, സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ടെക്സ്റ്റുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. അപ്പോൾ 2CC BCC സബ്ജക്റ്റ്, ഗ്രീറ്റിംഗ്, ബോഡി, ക്ലോസിങ്, നെയിം, സൈൻ, ഈ ഒരു കറക്റ്റ് ഫോർമാറ്റിൽ വേണം നമ്മൾ ഇമെയിൽ എഴുതാനായിട്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. 75 years ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്ലൈഡ് വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പാരഗ്രാഫ് തിരിച്ചിട്ട് നമുക്ക് ആ പ്രസൻറ്റേഷൻ എഴുതാൻ പറ്റും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അവർ കംപ്ലീറ്റ് അതിൽ തന്നിട്ടില്ല. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. യു ആർ ദ ആർട്സ് ക്ലബ് സെക്രട്ടറി ഓഫ് യുവർ കോളേജ് ആൻഡ് യു ഹാവ് കോൾഡ് ദ മീറ്റിംഗ് ഓഫ് കോളേജ് യൂണിയൻ എക്സിക്യൂട്ടീവ്സ് ടു ഡിസ്കസ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ. അതുവരെ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം മീറ്റിംഗാണ് വിളിച്ചു കൂട്ടിയത്. സോ മിനിറ്റ്സും അജണ്ടയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അത് മിനിറ്റ്സും അജണ്ടയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് കറക്റ്റ് ഫോർമാറ്റ് നമുക്ക് ടെക്സ്റ്റ് തന്നെയുണ്ട്. ആരൊക്കെ പ്രസൻറ്റായി, ആബ്സെൻ്റ് ആരൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എസ്സേ ആണ്. അപ്പോൾ എസ്സേയിൽ നമുക്ക് CVയും കവർ ലെറ്ററും ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തൊട്ടും നമുക്ക് ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. PhD വരെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. നെയിം, അഡ്രസ്സ്, ഒബ്ജക്റ്റീവ്, പിന്നെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സർട്ടിഫിക്കേഷൻ, അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് പോകുന്നത്. സ്കിൽസ്, പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, റെഫറൻസ്, അങ്ങനെയാണൊരു നോർമൽ ഫോർമാറ്റ്. പിന്നെ നമുക്ക് അഡീഷണൽ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ കുറേ പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ടു സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പാരഗ്രാഫായിട്ട് തിരിക്കുകയാണ്. എവിടെയാണ് ആഡ് കണ്ടതെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ പറയുന്നു, തേർഡിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പോൾ ലൈഫ് വിത്തൗട്ട് ഫോൺ എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഒരു മോഡറേറ്റർ പോലെയുള്ള ആളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അയാൾ ഓരോരുത്തരെ വിളിക്കുന്നു. അപ്പോൾ ഓരോരുത്തർ പറയുന്ന പോയിൻറ്റ്സ് എഴുതുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരെ വിളിക്കുക, പിന്നെ അതൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേപ്പർ, അതായത് BABCD ഒരു പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ ആൻസേഴ്സ് നിങ്ങൾക്കുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ചേർക്കാവുന്നതാണ്. താങ്ക് യു.